wants that we may become a blessing to the whole world. പ്രിയരേ, നാം മുഴു ലോകത്തിന് ഒരു അനുഗ്രഹ മുഖാന്തരമാകണം ദൈവം നമ്മളെ കുറിച്ച് പ്രതീക്ഷിക്കുന്നു. And before we become a blessing to the whole world, God wants a brokenness in us. മുഴു ലോകത്തിനും അനുഗ്രഹമായി മാറും മുമ്പേ നമ്മുടെ ജീവിതത്തിൽ ഒരു തകർച്ച ദൈവം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. There is a great divine purpose in breaking us. അതെ, നമ്മളെ തകർക്കുന്നതിൽ ദൈവത്തിന് ദിവ്യമായ ഉദ്ദേശ്യമുണ്ട്. In Job chapter 16 verse 14 we read, God breaketh me with breach upon breach. യോബിന്റെ പുസ്തകം 16-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ യോബ് പറയുന്നു, അവൻ എന്നെ പൂർണ്ണമായും തകർത്തിരിക്കുന്നു. So read it. അവൻ എന്നെ ഇടിച്ചിടിച്ച് തകർക്കുന്നു. He breaketh me with breach upon breach. So why God was breaking him breach upon breach? ദൈവം യോബിനെ ഇടിച്ചിടിച്ച് തകർക്കുന്നതിന്റെ ഉദ്ദേശ്യം എന്താണ്? In the first chapter we all know God himself gave a good certificate about Job. There was no greater saint than Job in that whole world during that time. യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, യോബ് ജീവിച്ചിരുന്ന കാലത്ത് ലോകത്തിൽ ഉണ്ടായിരുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠനായ വിശുദ്ധനായിരുന്നു യോബെന്ന് ദൈവം തന്നെ സാക്ഷ്യം കൊടുത്തിരിക്കുകയാണ്. But that man here, look at the way God was breaking him. അങ്ങനെയുള്ളതായ മനുഷ്യനെ ഇപ്പോൾ നോക്കുക, ദൈവം തകർത്ത് കളയാണ്. Why did God break him? ദൈവം എന്തിനവനെ തകർക്കുന്നു? The answer is in Job chapter 23 verse 16. God maketh my heart soft. യോബിന്റെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ അവൻ പറയാണ്, ദൈവം എന്റെ ഹൃദയം മൃദുലമാക്കി. God wants to make your heart and my heart soft. നിങ്ങളുടെയും എന്റെ ഹൃദയം മൃദുലമായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. But you may ask the question, Job was such the greatest saint of that earth, was not his heart soft? എന്നാൽ അന്ന് ജീവിച്ചിരുന്ന ലോകത്തിൽ ഏറ്റവും വലിയ ആ വിശുദ്ധന്റെ ഹൃദയം മൃദുലമായിരുന്നില്ലേ നിങ്ങൾ ചോദിച്ചേക്കാം. It might have been soft, but not soft to the standard, high standard of God. അത് മൃദുലമായിരുന്നിരിക്കണം, പക്ഷേ വലിയവനായ ദൈവത്തിന്റെ ഉന്നതമായ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം മൃദുലമായിരുന്നില്ല. Why God want to make his heart soft? ആ ഹൃദയം മൃദുലമായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ്. In 42nd chapter we read, so that he may see God. 42-ാം സങ്കീർത്തനത്തിൽ നാം Job chapter 42. യോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ ദൈവത്തെ ദർശിക്കേണ്ടതിന് വേണ്ടി, so that he may have the double portion from God. അഥവാ ദൈവത്തിൽ നിന്ന് അവന് ഇരട്ടി പങ്ക് പ്രാപിക്കേണ്ടതിന് വേണ്ടി. Precious child of God, do you have a soft heart? ദൈവത്തിന് വിലയേറിയ പൈതലേ, നിനക്കൊരു മൃദുലമായ ഹൃദയമുണ്ടോ? How do you know you have a soft heart? നിനക്കൊരു മൃദുലമായ ഹൃദയം ഉണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാം? When you see others have problems and burdens, you forget your problems and take burden to pray for them. That shows you got compassion, a heart of compassion. ഇതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും ഭാരങ്ങളും വരുന്നത് കാണുമ്പോൾ അത് കണ്ടിട്ട് നിന്റെ ഹൃദയം തകരുകയും നിന്റെ സ്വന്തം പ്രശ്നങ്ങളെ മറക്കുകയും അവരോട് സഹതാപവും മനസ്സിലുള്ളവരായി തീർന്നിട്ട് നിന്റെ പ്രശ്നം മറന്ന് അവരുടെ പ്രശ്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവനായി തീരും. That is what we find about Job. ഇതാണ് യോബിനെ കുറിച്ച് നാം കാണുന്നത്. After God broke his heart and his heart became soft, then what next happened? യഹോവ അവന്റെ ഹൃദയത്തെ തകർത്ത് അത് മൃദുലമായി തീർന്നു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? He prayed for his friends who were reproaching him, his miserable friends. He prayed for them. അവനെ ആ നിമിഷം വരെയും നിന്ദിച്ചു പരിഹസിച്ചുകൊണ്ടിരുന്നതായ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുകയാണ്. The ones who questioned him, the ones who thought that you are wicked and therefore God's punishment came upon you, for them he prayed. അവന്റെ ഭക്തിയെ ചോദ്യം ചെയ്തവരായി, നിനക്ക് ഈ കഷ്ടങ്ങളൊക്കെ വന്നത് നിന്റെ ദുഷ്ടത നിമിത്തം ദൈവത്തിന്റെ ശിക്ഷയാണെന്ന് വാദിച്ചവരായ അവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നു. He wanted that they may be blessed. അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടാൻ അവൻ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. That is a compassionate heart. അതാണ് സഹതാപമുള്ള മനസ്സലിവുള്ള ഹൃദയം. If the people who persecuted you and your enemies, when they become sick and weak and say he is learning a lesson, I want to tell you, your heart is harder than a rock. നിന്നെ ഉപദ്രവിച്ചവരും നിന്റെ ശത്രുക്കളുമായ ആളുകൾക്ക്
കഷ്ടവും രോഗവും വേദനയും വരുന്നതായ വേളയിൽ നീ ഇരുന്ന് പറയുകയാണ്, അല്ല അവൻ അങ്ങനെ തന്നെ വരണം, അത് ശിക്ഷയാണെന്ന് പറയുന്നെങ്കിൽ നിന്റെ ഹൃദയം പാറ പോലെ കഠിനമാണ്. Because God is loving you, a real breaking God will allow in your life. അങ്ങനെയുള്ള നിന്നെ ദൈവം സ്നേഹിക്കുന്നതിനാൽ നിന്റെ ഹൃദയം തകരുന്നതിന് വേണ്ടി ദൈവം ഒരു തകർച്ച അനുവദിക്കുകയാണ്. Today when you find your enemies are in trouble and difficulty, sickness, do you feel real compassion to cry and pray for them? നിന്റെ ശത്രുവായ വ്യക്തി രോഗത്തിലും കഷ്ടത്തിലും ബുദ്ധിമുട്ടിലും ഇരിക്കുന്നത് കാണുമ്പോൾ നിനക്ക് അവരെ കണ്ടിട്ട് അവർക്ക് വേണ്ടി ദൈവത്തോലോ നിലവിളിക്കാനുള്ള ഒരു സഹതാപമുള്ള ഹൃദയമുണ്ടോ? If you don't have that one, beloved ones, you have to admit you don't have a soft heart. പ്രിയരെ, അങ്ങനെ ഒരു സഹതാപമുള്ള ഹൃദയമില്ലെങ്കിൽ ദൈവത്തിന് സമ്മതിക്കുക, ദൈവമേ എൻ്റെ ഹൃദയം മൃദുലമല്ല. Remember, dear children of God, our God is expert in breaking the heart and our God is expert in healing the heart. പ്രിയരെ, ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം, നമ്മുടെ ദൈവം ഹൃദയത്തെ തകർക്കുവാൻ വളരെ വിദഗ്ധനാണ്, അതുപോലെ തകർന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കുവാനും അതിവിദഗ്ധനാണ്. God knows what type of heart you and I have. നിങ്ങൾക്കും എനിക്കുമുള്ള ഹൃദയം എങ്ങനെയുള്ളതെന്ന് ദൈവത്തിന് അറിയാം. If your heart is very hard, and the instrument God will use to break your heart also will be very hard. നിങ്ങളുടെ ഹൃദയം വളരെ കഠിനമാണെന്ന് വരികയില്ല, ആ ഹൃദയത്തെ തകർക്കാൻ ദൈവം ഉപയോഗിക്കുന്ന ഉപകരണവും വളരെ കട്ടിയുള്ള കഠിനമായ ഉപകരണമായിരിക്കും. We read in Isaiah chapter 28, please read verse 27 and 28, that God is using different instruments to bruise different type of corns or grains. യെശയ്യാ പ്രവചനം 28-ാം അധ്യായം 27-ഉം 28-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ വിവിധ രീതിയിലുള്ളതായ ധാന്യങ്ങളെ മെതിച്ചെടുക്കുന്നതിന് വേണ്ടി വിവിധ തരത്തിലുള്ളതായ ആയുധങ്ങൾ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതായി കാണുന്നു. കരിഞ്ജീരകം മെതിവണ്ടി കൊണ്ട് മെതിക്കുന്നില്ല, ജീരകത്തിന്മേൽ വണ്ടിയുടെ ചക്രം ഉരുട്ടുന്നതുമില്ല. കരിഞ്ജീരകം വടി കൊണ്ടും ജീരകം കോൽ കൊണ്ടും തല്ലിയെടുക്കുകയത്രേ ചെയ്യുന്നത്. മെതിക്കയിൽ ധാന്യം ചതച്ചു കളയാറുണ്ടോ? അവൻ അതിനെ എല്ലായ്പ്പോഴും മെതിക്കുകയും വണ്ടിയുടെ ചക്രത്തെയും കുതിരകളെയും അതിന്മേൽ തെളിക്കുകയും ചെയ്യുകയില്ലല്ലോ. അവൻ അതിനെ ചതച്ചു കളയുകയില്ല. So here we find hard type of corns. Some iron instruments have to be used. Hard instruments have to be used. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ കട്ടിയുള്ള ധാന്യങ്ങൾ മെതിച്ചെടുക്കുന്നതിന് വേണ്ടി വളരെ കഠിനമായ ആയുധങ്ങൾ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ്. But cummins and pitches are very small, weak grains. എന്നാൽ കരിഞ്ജീരകവും ജീരകവും ഒക്കെ വളരെ ലോലമായ മൃദുവായ ധാന്യങ്ങളാണ്. It doesn't need a cartwheel to the big steel cartwheel does not need to go crushing it. വണ്ടിയുടെ ആ വലിയ ചക്രം ഈ ജീരകത്തിന്മേൽ കയറ്റി മെതിക്കേണ്ടതായ ആവശ്യമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ? Because these cummins and pitches are small, very thin. Any small instrument is enough. കാരണം ഈ ജീരകമൊക്കെ വളരെ ചെറിയ ഒരു വസ്തുവാകിയാൽ അത് മെതിച്ചെടുക്കാനായിട്ട് വളരെ ചെറിയ ആയുധങ്ങൾ മാത്രം മതി. Cartwheel need to be used for something very hard, difficult stuff. എന്നാൽ കട്ടിയുള്ള മെതിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതായ ധാന്യങ്ങളെ മെതിച്ചെടുക്കുവാൻ അതിന് മെതിവണ്ടി ആവശ്യം, അതിന് ചക്രങ്ങളും ആവശ്യം. God knows what type of instrument needed to crush your heart and my heart. ചുരുക്കത്തിൽ നിങ്ങളുടെ എൻ്റെ ഹൃദയം തകർക്കുന്നതിന് എത്തരത്തിലുള്ളതായ ആയുധങ്ങൾ വേണമെന്നുള്ളത് ദൈവത്തിന് അറിയാം. If you have got a hard heart, നിങ്ങളുടെ ഹൃദയം അതീവ കഠിനമാണെങ്കിൽ everyone around you will be hard on you. നിങ്ങൾക്ക് ചുറ്റുമുള്ളതായ വ്യക്തികളും നിങ്ങൾക്ക് അതിനേക്കാൾ കഠിനമുള്ള ആയുധങ്ങളായി കാണപ്പെടും. If you find your husband is very hard on you, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് അതികഠിനനായി പെരുമാറുന്നു നിങ്ങൾ പറയുന്നെങ്കിൽ don't blame your husband. ഭർത്താവിനെ കുറ്റപ്പെടുത്തേണ്ട. You got a very hard heart. നിങ്ങൾക്ക് അതികഠിനമായ ഹൃദയമാണ് ഉള്ളത്. So your husband needs to be a cartwheel to crush you. ആകയാൽ അതികഠിനമായ ഹൃദയമുള്ള നിന്നെ മെതിച്ചെടുക്കുവാൻ നിന്റെ ഭർത്താവാകുന്നതിന് മെതിവണ്ടിയുടെ ആവശ്യമുണ്ട്. Husbands also may have the same problem. ഭർത്താക്കന്മാർക്കും ഇതേ പ്രശ്നമാണുള്ളത്. You think that your wife is all the time nagging you. നിങ്ങൾ ചിന്തിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുവെന്നാണ്. No, you got a hard heart. അല്ല, നിങ്ങൾക്ക് വളരെ കഠിനമായ ഹൃദയമുണ്ട്. അതുകൊണ്ടത്രേ that is why God graciously gave you a wonderful wife. ആകയാൽ നിങ്ങളെ മെതിച്ചെടുക്കാൻ വേണ്ടി ദൈവം തന്റെ കൃപയാൽ വളരെ വിശേഷിക്കപ്പെട്ട ഒരു ഭാര്യയെ തന്നിരിക്കുന്നു. Hallelujah.
ഹല്ലേലൂയ. Everybody didn't say hallelujah. എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞില്ലെന്ന് തോന്നുന്നല്ലോ. Hallelujah. ഹല്ലേലൂയ. Thank you very much. God knows the state of our heart. നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതെന്ന് ദൈവം അറിയുന്നു. If you got a stubborn heart, everybody in the family, you say everybody is stubborn. നിങ്ങൾക്ക് വളരെ മത്സരമുള്ള ഒരു ശാഠ്യഹൃദയമാണ് ഉള്ളതെന്ന് വരികില്ല. നിങ്ങളുടെ വീട്ടിലുള്ളതായ കുടുംബാംഗങ്ങൾ എല്ലാവരും ഇതുപോലെ ശാഠ്യക്കാരായിരിക്കും. Don't pray, Lord, change my husband. എന്റെ ഭർത്താവിനൊരു മാറ്റം വരുത്തണമെന്ന് പ്രാർത്ഥിക്കേണ്ട. Don't pray to change my wife. എന്റെ ഭാര്യയ്ക്ക് ഒരു മാറ്റം വരുത്തണമെന്ന് പ്രാർത്ഥിക്കേണ്ട. Don't pray to change my mother-in-law and daughter-in-law, etc. എന്റെ അമ്മായിയമ്മയെ എന്റെ മരുമകളെ ഒന്ന് മാറ്റണമെന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. That is God's business. You don't need to do what God has to do. അവരെ മാറ്റേണ്ടത് ദൈവത്തിന്റെ വിഷയമാണ്. ദൈവം ചെയ്യേണ്ട കാര്യത്തിൽ നിങ്ങൾ തടയിടേണ്ട ആവശ്യമില്ല. In the right time, God will do it. ദൈവം ചെയ്യേണ്ടത് ദൈവത്തിന്റെ സമയത്ത് ദൈവം ചെയ്തുകൊള്ളും. What God wants to do in your heart and my heart, that we may be changed. നിങ്ങളുടെ എന്റെ ഹൃദയത്തിൽ എന്തുണ്ടാകണം ദൈവം ആഗ്രഹിക്കും ചോദിച്ചാൽ നമുക്കൊരു മാറ്റം വരേണം. Pastor Paul used to say, പാസ്റ്റർ പോൾ അടിക്കടി പറയാറുണ്ടായിരുന്നു, if anybody is disobeying me, I don't need to blame that person, because when I examine, I could see there are times I didn't obey God. ആരെങ്കിലും എന്നെ അനുസരിക്കുന്നില്ലെങ്കിൽ ഞാൻ അതിന് അവരെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം എൻ്റെ ജീവിതത്തെ ഞാൻ ശോധന ചെയ്ത് നോക്കുമ്പോൾ പലപ്പോഴും ദൈവത്തോട് ഞാൻ ഇതുപോലെ അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട്. If somebody is mocking you and rejecting you, ആരെങ്കിലും നിങ്ങളെ നോക്കി പരിഹസിക്കുകയും നിങ്ങളെ തുച്ഛീകരിക്കുകയും ചെയ്യുന്നെങ്കിൽ don't get bitter against them. അവർക്ക് എതിരെ നിങ്ങൾക്ക് കയ്പുണ്ടാകേണ്ട ആവശ്യമില്ല. There are times we despised and we rejected others, and God allows that to happen. ഇതുപോലെ പല സന്ദർഭങ്ങളിലും നാം മറ്റുള്ളവരെ പരിഹസിക്കുകയും വളരെ തുച്ഛീകരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇങ്ങനെ അനുഭവം നമുക്ക് ഉണ്ടാകാൻ ദൈവം അനുവദിച്ചിരിക്കുന്നത്. The problem that is outside you see is the reflection, echo of the problem you have inside. ചുരുക്കത്തിൽ നിങ്ങൾക്ക് പുറമേയുള്ളതായ പ്രശ്നങ്ങൾ ഒക്കെയും നിങ്ങളുടെ ഉള്ളിലുള്ളതായ പ്രശ്നങ്ങളുടെ നിങ്ങളുടെ ഹൃദയത്തിന്റെ അവസ്ഥയുടെ ഒരു പ്രതിഫലനവും അതിന്റെ പ്രതിധ്വനിയുമാണ്. We see an example about in the Old Testament Joseph. പഴയ നിയമകാല വ്യക്തിയായ ജോസഫ് നമുക്കൊരു ഉദാഹരണമാണ്. We know Joseph's brothers were very hard on Joseph. Joseph's brothers were very hard on Joseph. ജോസഫിന്റെ സഹോദരന്മാർ അവനോട് വളരെ കഠിനമായി പെരുമാറി നമുക്കറിയാമല്ലോ. And after many years, അനേക വർഷങ്ങൾക്ക് ശേഷം they went to buy corn in Egypt in famine. അവർ ക്ഷാമം വന്നപ്പോൾ ധാന്യം കൊള്ളേണ്ടതിനായിട്ട് മിസ്രൈമിലേക്ക് ചെന്നു. Then the governor was very hard on those brothers. അവിടെ ചെന്നപ്പോഴോ ഇതിന്റെ എല്ലാം അധിപതിയായ ഗവർണർ അവരോട് വളരെ കഠിനമായിട്ട് പെരുമാറി. The governor started dealing very roughly with them. അവിടുത്തെ അധിപതി അവരോട് വളരെ പരുക്കനായിട്ട് പെരുമാറി. And one of the brethren, Simon, that governor bound. അത് കൂടാതെ അവരിൽ ഒരു സഹോദരനായ ശിമോനെ അധിപതി തടവിലാക്കുകയും ചെയ്തു. They did not know that governor was their own brother Joseph. They did not know that. അവർ ആ സമയത്ത് അധിപതിയായ വ്യക്തി തന്റെ സ്വന്തം സഹോദരനായ ജോസഫ് അത് അറിഞ്ഞിരുന്നില്ലല്ലോ. Then when that governor was very hard on them, what did they say? അവരോട് ഈ അധിപതി വളരെ കഠിനമായി പെരുമാറുന്ന കണ്ടപ്പോൾ അവർ തമ്മിൽ എന്താണ് പറഞ്ഞതെന്നോ? They whispered and told, many years ago we were very hard on our brother Joseph. That is why God allowed this. അവർ അന്യോന്യം സ്വകാര്യമായിട്ട് പറയുകയാണ്, നമ്മൾ അനേക വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഹോദരനായ ജോസഫിനോട് അതെ വളരെ ദയയില്ലാതെ കഠിനമായി പെരുമാറിയില്ലേ, അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കിത് നേരിട്ടിരിക്കുന്നത്. Of course they did not realize Joseph could understand that language. ഇവർ തമ്മിൽ പറയുന്ന ഈ എബ്രായ ഭാഷ ജോസഫ് മനസ്സിലാക്കുന്നവർ ധരിച്ചില്ലല്ലോ. Beloved ones, that is the correct attitude we should have. പ്രിയരെ, നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ശരിയായ മനോഭാവം ഇതായിരിക്കട്ടെ. If somebody is hard on me, it's because how many times I have been hard on others. ആരെങ്കിലും എന്നോട് വളരെ കഠിനമായ ഒരു നിലപാടെടുക്കുന്നെങ്കിൽ ഇതുപോലെ ഞാനും ഇതിനു മുൻപ് പലരോടും ഒരു കഠിന നിലപാടുള്ളവനായി മാറിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. If somebody is troubling me, rather than getting bitter against them, how many times
I troubled others. എനിക്ക് മറ്റുള്ളവരോട് കയ്പ് തോന്നത്തക്കവണ്ണം എന്നെ പലരും വിഷമിപ്പിച്ചെന്ന് വരികയില്ല. അതിനർത്ഥം ഞാൻ മുൻപ് പലരെയും വിഷമിപ്പിക്കുവാൻ ഇടയാക്കിയിട്ടുണ്ടെന്നാണ്. We must take the moral responsibility of the actions of others towards us upon ourselves. ചുരുക്കത്തിൽ നമ്മുടെ നേരെയുള്ള മറ്റുള്ളവരുടെ എല്ലാ വിരോധ പ്രവൃത്തികൾക്കും ഉള്ള ധാർമ്മിക ഉത്തരവാദിത്വം നാം തന്നെ ഏറ്റെടുക്കുക. Even in your company, in the office, somebody maybe your boss or subordinate may be very hard on you. നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥനോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോ കീഴ് ഉദ്യോഗസ്ഥന്മാരോ നിങ്ങളോട് കഠിനമായി പെരുമാറുന്നുണ്ടായിരുന്നേക്കാം. Don't blame that person. അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ കുറ്റപ്പെടുത്തേണ്ട. Your heart is broken. നിങ്ങളുടെ ഹൃദയം തകർക്കപ്പെട്ടിരിക്കുന്നു. You examine and see what is the reason. അതിന് കാരണം എന്താണെന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്ത് കണ്ടുപിടിച്ചുകൊള്ളുക. Then we will find so many worms breeding in our heart. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ വളരെ കൃമികൾ ഉള്ളതായിട്ട് നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. When the psalmist prayed, create in me a clean heart, O God, and renew a right spirit within me. അപ്പോൾ നമുക്ക് സങ്കീർത്തനക്കാരോട് ചേർന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ പുതുക്കേണമേ. God allows breaking to change us. നമ്മുടെ ജീവിതത്തിൽ തകർച്ച ദൈവം അനുവദിക്കുന്നത് നമ്മളെ മാറ്റിയെടുക്കുവാൻ We വേണ്ടിയാണ്. read in the word of God, the vessel was marred in the hands of the potter. നാം വചനത്തിൽ കാണുന്നുണ്ടല്ലോ, കുശവന്റെ കയ്യിൽ ഒരു പാത്രം എങ്ങനെ ഉരുവായി വരുന്നുവെന്ന്. In the potter's hand, the pot was marred, broken. കുശവന്റെ കയ്യിൽ ആ പാത്രം ഉടഞ്ഞുപോയി, ചീത്തയായി പോയി. And then we read, he makes another pot after his own heart. അപ്പോൾ കുശവൻ അതിനെ വീണ്ടും എടുത്തിട്ട് തന്റെ ഹൃദയത്തിനൊത്തനുള്ള മറ്റൊരു പാത്രമാക്കി രൂപപ്പെടുത്തി. Yes, it is true, David had a broken and a contrite heart, but remember, finally God made his heart as a heart after the heart of God. പ്രിയരെ, ഈ ദാവീദിന്റെ ഹൃദയം തകർന്ന നുറുങ്ങിയമായ ഹൃദയമായി തീർന്നുള്ളത് വാസ്തവമാണെന്ന് വരികിലും പിൽക്കാലത്ത് ദൈവം അവന്റെ ഹൃദയത്തെ ദൈവത്തിന് ബോധിച്ച ഹൃദയമാക്കി മാറ്റി. I don't know whether you are getting the burden of my heart through the message. ഈ ദൂതിലൂടെ എന്റെ ഹൃദയത്തിലുള്ള അതേ ഭാരം നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. You are wasting your time praying to get the money to get rid of your debts. ചുരുക്കമായി പറയട്ടെ, പണത്തിന് വേണ്ടിയുള്ളതായ പ്രാർത്ഥന പ്രാർത്ഥിച്ചും കടഭാർന്ന് വിടുതൽ പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചും നിങ്ങളുടെ സമയം നിങ്ങൾ പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. Oh, I am living in a small rented house. I am praying for 25 years for a little house. Nothing happened. കർത്താവേ, ഞാൻ 25 വർഷം കൊണ്ട് ഒരു ചെറിയ വീട്ടിൽ പാർക്കുന്നു, വാടക വീട്ടിൽ പാർക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു, പക്ഷേ ഒരു ഫലവും ഉണ്ടാകുന്നില്ല. Oh, I have been waiting, looking for a job, but so far I couldn't get one. ഒരു ഉദ്യോഗം കിട്ടാൻ വേണ്ടി എത്രയോ വർഷം കൊണ്ട് ഞാൻ കാത്തിരിക്കുന്നു, അലയുന്നു, പക്ഷേ ഒരു ഉദ്യോഗം കിട്ടുന്നില്ല. Still your spiritual eyes are blind. നിങ്ങളുടെ ആത്മീയ നയനങ്ങൾ ഇപ്പോഴും കുരുടായി Do you കാണപ്പെടുകയാണ്. think that your loving heavenly Father allows all these problems because God is very cruel on you? ദൈവം സ്നേഹവാനായി ദൈവം നിങ്ങളോട് ക്രൂരനായി ഇരുന്നു കൊണ്ട് ഈ വിധ പ്രശ്നങ്ങൾ അനുവദിക്കുകയാണ് നിങ്ങൾ ചിന്തിക്കുകയാണോ? One man of God says, sanctified afflictions are spiritual promotions. ഒരു ദൈവത്തിന് മനുഷ്യർ ഇങ്ങനെ പറഞ്ഞു, വിശുദ്ധീകരിക്കപ്പെട്ടതായ കഷ്ടതകൾ ആത്മീയമായ സ്ഥാനക്കയറ്റമാണെന്ന്. When God allows some material problems in your life, നിങ്ങളുടെ ജീവിതത്തിൽ ചില ഭൗതികമായ പ്രശ്നങ്ങൾ ദൈവം അനുവദിക്കുമ്പോൾ you are depromoted from your work in the office. അഥവാ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്യോഗത്തിൽ നിങ്ങൾക്ക് തരം താഴ്ചൽ ഉണ്ടായിരിക്കട്ടെ. Suddenly some enemies rose up against you in your workplace, adversaries to get rid of you. നിങ്ങളുടെ ഉദ്യോഗസ്ഥാനത്ത് നിങ്ങൾക്ക് വിരോധമായി ചില ശത്രുക്കളും എതിരാളികൾ എഴുന്നേറ്റ് നിങ്ങളെ അവിടുന്ന് പുറത്തു ചാടിക്കുവാനായി ശ്രമിക്കുകയാണെന്നിരിക്കട്ടെ. You are praying against that person. Lord, get rid of that person from the office. Transfer that person. നിങ്ങൾ ആ വ്യക്തിക്ക് വിരോധമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഈ മനുഷ്യന്റെ കയ്യിൽ നിന്നെ രക്ഷിക്കണമേ, അയാളെ എങ്ങോട്ടെങ്കിലും സ്ഥലം മാറ്റി കളയണമേ. You are wasting your time in prayer. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സമയം പാഴാക്കി കളയുകയാണ്. You are wasting your precious tears. വളരെ നിങ്ങളുടെ വിലപ്പെട്ട കണ്ണുനീരിനെ നിങ്ങൾ പാഴാക്കുകയാണ്. When you have a definite material need, beloved child of God,
definitely you have got a desperate spiritual need. ഭൗതികമായ ഒരു പ്രശ്നവും ആവശ്യം നിങ്ങൾക്ക് ഉണ്ടെന്ന് വരികിൽ അതിനർത്ഥം അതിനേക്കാൾ മഹത്തായ ഒരു ആത്മികമായ ആവശ്യവും പ്രശ്നവും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്നാണ്. And you must discover that spiritual need. നിങ്ങളുടെ ആത്മീയമായ ആവശ്യം എന്തെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തണം. Then wonderfully you will see the hand of God solving that problem, and also spiritually you go forward. അങ്ങനെ കണ്ടെത്തിയാൽ ദൈവം അത്ഭുതകരമായിട്ട് അതിനെ പരിഹരിക്കുന്ന ദൈവത്തിന്റെ കരത്തെ കാണുവാൻ കഴിയും. ആത്മീയതയിൽ നിങ്ങൾ വളരെ വിശേഷിക്കപ്പെട്ട നിലയിൽ മുന്നേറുകയും ചെയ്യും. God wants that we may, when we go to the presence of God, we may become desperate. ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ നാം എല്ലാ നിലയിലും ഒരു നിർബന്ധിതമായ ഹൃദയ അവസ്ഥയിലായിരിക്കണം ദൈവം ആഗ്രഹിക്കുകയാണ്. If you are not desperate in receiving blessing from God, God will not be desperate in giving you blessings also. ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് വേണ്ടി നിർബന്ധിതമായ ഒരു ഹൃദയം നിങ്ങൾക്ക് ഇല്ല എന്ന് വരികയിൽ നിങ്ങളെ അനുഗ്രഹിക്കാനുള്ളതായ ഒരു നിർബന്ധത ഹൃദയം ദൈവത്തിന് ഉണ്ടായിരിക്കുകയും A broken and a contrite heart